ഹലോ ഗൈസ്, നാളെ ഇപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഡിന്നർ പുറത്തുനിന്നാക്കി 2-3 ലോഞ്ചിലൊക്കെ കയറി നോക്കി. പക്ഷെ നമുക്ക് അതിൻ്റെ വൈബൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിചാരിച്ച് നമുക്ക് ഒരു ബീച്ച് വൈബ് പിടിച്ചേക്കാമെന്ന് വെച്ചിട്ട് നേരെ നമ്മൾ ലേസ് പാരയിലോട്ട് പോയി. ലേസ് പാര ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ബീച്ച് സൈഡിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മൾ അതിൻ്റെ എൻട്രൻസിലോട്ട് കയറാൻ പോവുകയാണ്. 3 പേർക്കും 3 അഭിപ്രായങ്ങളും 3 വൈബും ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ ലേസ് പാരയിലോട്ട് വന്നത്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് ബീച്ചൊക്കെ കണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാൻ നല്ല രസമാണ് ഇവിടെ. മെനു ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും തിരക്കിടില്ല. അങ്ങനെ ലാസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിരുന്ന ബട്ടർ ചിക്കനും ബട്ടർ നാനും നല്ല മണം മീൻ്റെ നല്ല പൊറോട്ടയും. എടാ നീ എന്നും അതല്ലേ കഴിക്കുന്നത്? എന്തുവാടാ നീ എന്നും അതല്ലേ കഴിക്കുന്നേ? ഇവന് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മഹാരാജ സാലഡ് എത്തി. ഇത് പപ്പടത്തിൽ കൈ, ഇത് പപ്പടം മാത്രമേ വാങ്ങിപ്പോളൂ. തരാം. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത മഹാരാജ സാലഡും ലോലിപോപ്പും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ബട്ടർ നാനും ബട്ടർ ചിക്കനും നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഇന്നില്ലല്ലോടാ, ചവച്ചു പോലും ഇല്ല. അതിന് കൊള്ളാം. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നാളെ നമ്മൾ കൂർഗി പോകാനൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോവുകയാണ്. പോകുമ്പോൾ അവിടെ നാളത്തേക്കുള്ള സാധനം ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ട് മടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ MFCയിലോട്ടാണ് പോകുന്നത്. കാരണം ജോജിക്ക് ഇതൊന്നും വയറ് നിറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നേരെ MFCയിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ നേരെ MFCയിലെത്തി. ഞങ്ങളൊരു കോക്കനട്ട് വാട്ടർ ഓർഡർ ചെയ്തു. അത്രയും വലിയൊരു കടയിൽ നിന്ന് അത്രയും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്ന് ഷവർമ കഴിക്കുന്ന ഒരു വ്യക്തി ട്രോഫി MFCയുടെ അല്ല. ഞാൻ പിന്നെ പറയാം, കടയിൽ നിന്ന് പറയാം. മാംഗ്ലൂർ കഴിച്ച് ഷവർമ കഴിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം MFCയിലോട്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോയി. കാരണം നാളെ ഇനി രാവിലെ എഴുന്നേറ്റ് കൂർഗി പോകണം.